Hi friends, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ് കേട്ടിയാറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് കാണിക്കാൻ പോകുന്നത് വാട്സ്ആപ്പ് ബീറ്റ പ്രോഗ്രാമിൽ എങ്ങനെ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ബീറ്റ വെർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഞാനിവിടെ. അതിനുശേഷം ഇവിടെ ജസ്റ്റ് വാട്സ്ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും വാട്സ്ആപ്പ് മെസ്സഞ്ചർ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വാട്സ്ആപ്പിൻ്റെ ഒരു പേരിന് കൂടെ മെസ്സഞ്ചർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ വാട്സ്ആപ്പ് ബീറ്റ വെർഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സഞ്ചർ കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ബീറ്റ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നോർമൽ വാട്സ്ആപ്പ് ആണ്, അതുകൊണ്ടാണ് ബീറ്റ എന്ന് ഇവിടെ കാണിക്കാത്തത്. അതുപോലെ താഴോട്ട് വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ബീറ്റ പ്രോഗ്രാം ഈസ് ഫുൾ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഇനി വാട്സ്ആപ്പ് ബീറ്റ പ്രോഗ്രാമിൽ എങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മളെ പ്രൊഫൈൽ കാണാൻ പറ്റും. അപ്പോൾ അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് കാണാൻ പറ്റും നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ജിമെയിൽ ഐ ഡിയുടെ മുകളിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ പ്ലേ സ്റ്റോറുമായി കണക്ട് ആയി കിടക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ജിമെയിൽ ഐ ഡി ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളെ പ്ലേ സ്റ്റോറിലും ഏത് ഗൂഗിൾ അക്കൗണ്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ കാണാൻ പറ്റും. ഇതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റ് ഗൂഗിൾ അക്കൗണ്ടുകൾ വരുന്നതാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളെ പ്ലേ സ്റ്റോറുമായി കണക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ പ്ലേ സ്റ്റോറുമായി കണക്ട് ആയി കിടക്കുന്ന ഗൂഗിൾ അക്കൗണ്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ബാക്കിലോട്ട് വരിക. ഇനി വേണ്ടത് ബ്രൗസറാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ബ്രൗസർ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ക്രോം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗൂഗിളിൻ്റെ സെർച്ച് ബാറിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാട്സ്ആപ്പ് ബീറ്റ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ കുറച്ച് സെർച്ച് റിസൾട്ട് വരും. അപ്പോൾ ഇതിൽ ഏറ്റവും ഫസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു വാട്സ്ആപ്പ് ബീറ്റ എന്ന് പറയുന്ന ഈ ഒരു സെർച്ച് റിസൾട്ടിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ വരും. അപ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മുകളിലായിട്ട് ഒരു ബോക്സ് ഐക്കൺ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ ഐക്കണാവും ചിലപ്പോൾ ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ പ്ലേ സ്റ്റോറുമായി നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുള്ള ആ ഒരു സെയിം അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നേരത്തെ ഏത് അക്കൗണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു സെയിം അക്കൗണ്ട് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു അക്കൗണ്ട് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ ഒരു പേജിലോട്ട് തന്നെ വരും. ഈ ഒരു പേജിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ബിക്കം എ ടെസ്റ്റർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒരു പേജ് വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇവിടെ കാണാൻ പറ്റും വെൽക്കം ടു ദ ടെസ്റ്റിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ വാട്സപ്പിൻ്റെ ടെസ്റ്റിംഗ് വേർഷൻ ആയിട്ടുള്ള വാട്സപ്പ് ബീറ്റ വേർഷനിൽ നമ്മളിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ബാക്കിലോട്ട് വരിക. അപ്പോൾ ഞാൻ അവിടെ ബാക്കിലോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും പ്ലേ സ്റ്റോർ ഇവിടെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വാട്സപ്പ് എന്ന് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അതിനുശേഷം അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും വാട്സപ്പ് മെസ്സഞ്ചർ എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൻ്റെ കൂടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ബീറ്റ എന്ന് പറഞ്ഞിട്ടും കാണാം. അപ്പോൾ നമ്മൾ വാട്സ്ആപ്പ് ബീറ്റ വേർഷനിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ കാണാൻ പറ്റും നമ്മൾ വാട്സ്ആപ്പ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അതിനായിട്ട് ഇവിടെ കാണാൻ പറ്റും അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ അപ്ഡേറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വാട്സ്ആപ്പ് ബീറ്റ വേർഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ വാട്സപ്പ്. അതുപോലെ ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റും യു ആർ എ ബീറ്റ ടെസ്റ്റർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബീറ്റ യൂസറാണ് ഇപ്പോൾ. അപ്പോൾ ഇനി ഈ ഒരു ബീറ്റയിൽ നിന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്വിച്ച് ചെയ്ത് നമുക്ക് നോർമൽ വാട്സപ്പിലോട്ടും വരാം. അതിനായിട്ട് ഇവിടെ ലീവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ബീറ്റ വേർഷനിൽ നിന്ന് നമുക്ക് നോർമൽ വേർഷനിലോട്ടും വരാൻ കഴിയുന്നതാവും. ഇനി വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോർമൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ വാട്സപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വാട്സപ്പ് ബീറ്റ വേർഷനിലാവും നമുക്ക് എല്ലാ വാട്സപ്പിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ് ഫീച്ചറുകളൊക്കെ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബീറ്റ വേർഷനിലാവും ലഭിക്കുക. അപ്പോൾ ഇനി എല്ലാ വാട്സപ്പിൻ്റെ ലേറ്റസ്റ്റ് ഫീച്ചറുകളും നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.